ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ സൺഡേ ആയിട്ട് എണീറ്റ് വന്ന കോലാണ്. ഇന്ന് ഒരു ചെറിയ സ്കിൻ കെയറും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നുമല്ല, ഇന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് വന്നിട്ട് മുഖമൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ഭയങ്കര ഡല്ലായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൺഡേ വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുടിയൊക്കെ ഒന്ന് കോമ്പ് ചെയ്ത് കെട്ടി വെക്കണം. കാരണം കാട് പിടിച്ച് കിടക്കണേ. അതൊന്നും ചെയ്തിട്ടില്ല, എണീറ്റ് വന്ന വഴിയാണ്. എന്നിട്ടൊന്ന് എണ്ണയൊക്കെ വെച്ചൊരു ഫേസ് പാക്കൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കല്യാണമൊക്കെ ഉള്ളതാണ്. ഞാനത് എണ്ണയൊക്കെ വെച്ച് കുറച്ച് നേരം എന്നിട്ട് ഷാമ്പു ഇട്ട് കുളിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ ചട പിടിച്ചെടുക്കാൻ ആദ്യം തന്നെ എണ്ണയൊക്കെ വെച്ച് കോമ്പ് ചെയ്ത് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് ഫേസ് പാക്ക് ഇടാം. അപ്പം ഈ എണ്ണ ഞാൻ വെറുതെ ഇടുന്നതാണ് കേട്ടോ. ഞാൻ അതേപോലെ തന്നെ കഴുകിക്കളയും. കാരണം എനിക്ക് എണ്ണ ഇഷ്ടമല്ല. എണ്ണ വെക്കാത്ത ഒരാളാണ് ഞാൻ. ശരിക്കും ഞാൻ എണ്ണ വെക്കാറില്ല. വലിയ കാലത്തും കൂടിയിട്ടൊക്കെ എണ്ണ വെക്കാറുള്ളൂ. എണ്ണ വെച്ച് കോമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നോളുമല്ലോ. കെട്ടി വെച്ചേക്കാം കുറച്ച് നേരം. അപ്പോൾ തലയിൽ എണ്ണ പിടിക്കുകയും ചെയ്യും, കുറേ കഴിയുമ്പോൾ കഴുകി കളയുകയും ചെയ്യാം. അതാണ് എൻ്റെ രീതി. ഫേസ് പാക്ക് എന്തിടണമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പഴം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇപ്പോൾ ബനാന വെച്ചിട്ട് ഒരു കോഫി പൗഡറൊക്കെ ഇട്ടിട്ട് ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ, അതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. അത് തന്നെ ചെയ്യാമല്ലേ. നിങ്ങൾ എന്നെപ്പോലെ കളിക്കുടുക്കാട്ടൊന്നും വരരുത് കേട്ടോ. അതിനൊക്കെ ഒരു നാക്കുണ്ട്. ഞാൻ പിന്നെ മുടി അങ്ങനെ വലിയ കാര്യമായിട്ട് കെയർ ചെയ്യാത്ത ഒരാളാണ് പൊതുവെ. കാരണം എനിക്ക് മുടിയിട്ട് പണിയാനത് ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് കെയർ ചെയ്ത് വരാൻ നേരത്ത് മുടി ഒരുപാട് പോകും. അതിന് നല്ലത് കെയർ ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനിങ്ങനെ കെയർ ചെയ്ത് വരാൻ നേരത്താണ് ഭയങ്കരമായിട്ട് എൻ്റെ മുടി പോകുന്നത്. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നാറ്. ഇത് കെട്ടി വെക്കട്ടെ. കുറച്ച് മസാജൊക്കെ ചെയ്തിട്ട് കെട്ടി വെക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നോളും. ഹലോ, കാര്യമായിട്ടുള്ള മുടിയൊന്നുമില്ല. അത് കണ്ടോ, ഇത്രയും മുടിയേ ഉള്ളൂ. ഫേസ് പാക്ക് ഇടുന്നേക്കാളും മുമ്പ് ഫേസ് വാഷ് ചെയ്യണ്ടേ കേസ് എന്നറിയില്ല. അപ്പം ഞാൻ ഫേസ് വാഷ് ഇതാണ് ഇടുന്നത്. കാണാൻ പറ്റുന്നില്ല, എനിക്ക് ഫ്രണ്ടിൽ നല്ല വെട്ടമുണ്ട്. മറ്റുള്ളവരെ പോലെ നല്ല നല്ല സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ സിറ്റ് ഔട്ടിലിരുന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം ഫേസ് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫേസ് വാഷൊക്കെ പിന്നെ ഡെയിലി ഉള്ള സ്കിൻ കെയർ. രാവിലെ എണീറ്റ് ഞാൻ ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്യണം. പല്ലിയൊക്കെ ഫേസ് വാഷ് ചെയ്യുക, വരിക, മോയ്സ്ചറൈസർ ഇടുക. അതാണ് സാധാരണ ചെയ്യണത്. അപ്പം ഇന്നിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഒന്ന് മുഖത്ത് കുറച്ച് ഹെയർസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ഫേസ് പാക്ക് ഇടുകയെന്നാൽ കുറച്ചും കൂടി ഗ്ലോയിങ് ആയിട്ടിരിക്കും. അപ്പോൾ വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഹെയർസൊക്കെ കുറവാണ്, ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇത് വെച്ചൊന്ന് ഇത് മറ്റേ കാർമസിയുടെ കാണാൻ പറ്റുന്നു. കാർമസിയുടെ ഫേസ് റൈസറാണ് കേട്ടോ. ചെയ്യാം. കണ്ണാടി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ മുറിക്കും. ഐബ്രോസ് ഞാൻ ഒരുപാടായിട്ട് എടുത്തിട്ട് ഇതുകൊണ്ട് കാല് പിടിച്ചിരിക്കുന്നു. ഞാൻ എന്തോ 1.5 മാസമായി, 1.5 മാസത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു എടുത്തിട്ട്. ഞാൻ ഇടയ്ക്ക് ഇത് വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതല്ലാണ്ട് ഞാൻ എടുക്കാറില്ല. ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ഭയങ്കര ഈസിയാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇതിൻ്റെ ഒരു സ്ട്രെച്ചർ വെച്ചിട്ടാണ് തോന്നുന്നത്. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊന്നും ഭയങ്കരമെന്ന് ഞാൻ പറയത്തൊന്നുമില്ല കേട്ടോ. ഞാൻ എപ്പോഴും എല്ലാവരും പറയാറുണ്ട്. വരച്ചിട്ട് വരാം. വേണ്ട, വലിയ കാര്യമായിട്ട് രോമമൊന്നുമില്ല. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു രോമം. ഒരാളെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാണാം, കണ്ടോ, കുഞ്ഞു കുഞ്ഞു രോമയുള്ളൂ. ഞാൻ ഇടക്ക് വടിച്ചു കൊടുക്കാറില്ല, അതുകൊണ്ട് അധികം ഉണ്ടാവാറില്ല. ഒരു പാട്ട് പഠിക്കണമൊന്നു. അമ്മേനെ വെച്ചൊരു പാട്ട് പഠിക്കേ. നിന്നോ, ശിവമ്മ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ക്യാമറയിൽ കിട്ടും കേട്ടോ. പാട്ട് പഠിക്കേ. അമ്മേനെ കുറിച്ചൊരു പാട്ട് പഠിക്കേ.
പാടുന്നു. അമ്മേനെ കുറിച്ചൊരു പാട്ട് പാടും. എങ്കിൽ അമ്മ ചോക്ലേറ്റ് തരാം. പാട്ട് പാട്. ആച്ചി സക്കരക്കട്ട പാട്ട് പാടിക്കേ. ഏകദേശം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്രബ് ചെയ്യാൻ ഞാൻ കുറച്ച് പൊടിയും പഞ്ചസാരയും കോഫി പൗഡറൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വേറെ പാക്കൊന്നും ഇരുന്നുണ്ട്. എടുത്തപ്പോൾ എൻ്റെ മേത്തേക്ക് മൊത്തമായി. ഇത് വെറും പൊടിയാണ്. പിന്നെ അത് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ സ്ക്രബ്ബറൊന്നും വാങ്ങിച്ച് വെക്കാറ് വേണ്ടിയിട്ട്. കണ്ടോ, ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് ബട്ടറും കൂട്ടി ഇങ്ങനെ മുഖത്തിട്ട് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഒന്ന് ഞാൻ ഫേസൊക്കെ നനച്ചിട്ട് വരാം. ഞാനിതപ്പോൾ കുറച്ച് വെള്ളം കുടിക്കും ഇങ്ങനെ. അപ്പം പുട്ടിന് എന്തുണ്ടാക്കും? അത് ശരി. അമ്മയെങ്കിൽ എനിക്കും പുട്ട്. ഇതുണ്ടോ, നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം. എൻ്റെ ഇങ്ങനെ മൂക്കിൻ്റെ സൈഡിൽ കുറച്ച് ബ്ലാക്ക് കളറില ഇത് വരാറുണ്ട്. അപ്പം ഞാനത് ഇടയ്ക്ക് സ്ക്രബ് ചെയ്തൊക്കെ കളയണം. ചിലവർ പറയാം ഫേസിൽ സ്ക്രബ് ചെയ്താൽ നല്ലതല്ലോ. ഞാൻ പക്ഷേ വീക്കിലി ഒരു പ്രാവശ്യം ചെയ്യാറുണ്ട്. ഒന്നേ ചെയ്യാറുണ്ട്, അതിൽ കൂടുതലൊന്നും ചെയ്യാറൊന്നുമില്ല. ഫോക്കസ് എപ്പോഴും ഇവിടെ ഇരിക്കും. അവിടെയാണ് ഒരു ബ്ലാക്ക് കളറിലെ സാധനം വരാറ്, അതായത് ബ്ലാക്ക് ഹെഡ്സ്. പിന്നെ ഇവിടെ താടിയിടാം. ഞാൻ കൂടുതലും സ്ക്രബ് ചെയ്യാറ് ഇവിടെയാണ്. എനിക്ക് ഇവിടെ രണ്ട് സൈഡിൽ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വരാറുണ്ട്. ഇത് രണ്ട് വാഷൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫേസ് പാക്ക് ഉണ്ട്. പഴം മൊത്തം വെള്ളിയാണല്ലോ ഈശ്വര. ഇത് മറ്റേ റോബസ്റ്റ പഴയില്ലേ, പഴുത്ത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കഴിച്ച് ചൊക്ക ആക്കി എടുക്കാം. ഇങ്ങനെ ആക്കി എടുക്കണം. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ കോഫി പൗഡർ ആഡ് ചെയ്യണം. നന്നായിട്ട് പഴുത്തത് വേണം കേട്ടോ, എങ്കിലേ അതൊരു നല്ല രീതിക്ക് വരത്തുള്ളൂ. അതെ, കാണാൻ പറ്റും. അയ്യോ, പൊഴുകി ഫോണിൽ വീണേനെ. അപ്പം ഞാനൊന്ന് മുഖം തുടച്ചിട്ട് ഇടാം. ഇതുണ്ടോ, ഞാൻ മൊത്തം തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വന്നത്, ടീഷർട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഴയ ടീഷർട്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫേസ് പാക്ക് ചെയ്തില്ലേ, മറ്റേ കസ്കസൊക്കെ വെച്ചിട്ട്. ആ ടീഷർട്ട് ഞാനിപ്പോൾ തറുത്തുണി ആക്കാണ്ടിരിക്കുന്നത്. കാരണം അതിനകത്തൊന്നും പോകുന്നില്ല. എത്ര കഴുകിയിട്ട് ഇങ്ങനെ ഒരു വെള്ള പാണ്ട് പിടിച്ച പോലെ ഇരിക്കുന്നു. അപ്പം ഞാനത് തറുത്തുണി ആക്കാണ്ട്. ഇപ്പം ഞാൻ ഇത് മറന്നുപോയി. പിന്നെയും ഞാൻ നല്ല ടീഷർട്ട് മീൻസ് വീട്ടിൽ എണ്ണയിൽ വെച്ചിട്ട് നല്ല ടീഷർട്ട് എടുത്തിട്ട്. അപ്പം അങ്ങനെയുള്ള ടീഷർട്ടൊന്നും ഇടാണ്ടിരിക്കും. ഇട്ടിട്ടുണ്ടെങ്കിൽ വല്ല ചീത്തയോ. ഇപ്പം ഞാൻ അതുകൊണ്ട് ഇട്ടില്ല, തറുത്തുണിയാക്കാന്നല്ല ഉദ്ദേശിച്ചത്. ഇനി ഇതേപോലെ പാക്കൊക്കെ എടുത്തിടാന്ന് വിചാരിച്ച് കൊണ്ട് ഇട്ടാ, പക്ഷെ മറന്നുപോയി. അപ്പം ഇത് നന്നായിട്ട് ഉണങ്ങി പിടിക്കണവരെ വെയിറ്റ് ചെയ്യണം. ഇതുകൊണ്ടോ, ഇത് കൂടുതലുള്ള കാരണം ഞാനിങ്ങനെ കയ്യിലും കാലിലൊക്കെ അങ്ങോട്ട് തേച്ച് കൊടുത്തി. അതാണ് സാധാരണ എപ്പോഴുള്ള ശീലം കേട്ടോ. എന്ത് ബാക്ക് വന്നാലും ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കളയാറില്ല, മേത്തോട്ട് അങ്ങോട്ട് തേക്കും. കുളിക്കണമെന്നല്ലേ ഉള്ളൂ. ഞാൻ മുഖത്തെ മാത്രമേ കഴുകി കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട്? ഒരു ഗ്ലോ ഒക്കെ വന്നിട്ടില്ലേ? അത് ബനാന ആയതുകൊണ്ട്. ബനാന സൂപ്പറാണ്, ട്രൈ ചെയ്ത്. ഞാൻ കുളിക്കണം. മേത്ത് അവിടെ കയ്യിലും മുഖത്തും താടിയിലൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഞാൻ പോയി കുളിച്ചിട്ട് വരാം.